വൈൻ ഒഴിച്ചിട്ട് ചിക്കൻ കറി വെക്കുന്നതിന് നോക്കാം. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്, ഇത് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ ഞാൻ കുറച്ച് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. പിന്നെ ഈ കറിയിലേക്ക് നമുക്ക് മെയിനായിട്ട് വേണ്ടത് വൈനാണ്. ഞാനിവിടെ ഗ്രേപ്പ് വൈനാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് വൈൻ എടുത്തിട്ടുണ്ട്. അത് 1 കിലോ ചിക്കൻ എടുക്കുമ്പോൾ 1 കപ്പ് വൈൻ എടുക്കുക. പിന്നെ കറിയിലേക്ക് നമുക്ക് വേണ്ടത് സവോള. ഞാനിവിടെ ഒരു വലിയ സവോള ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഞാൻ ബ്ലെൻഡറിൽ ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് ഞാൻ വെള്ളം ചേർക്കാണ്ട് അരച്ചെടുത്തേക്കുന്നത്. അത് ഞാനിവിടെ ഒരു 7 വലിയ വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും കൂടിയിട്ടാണ് അരച്ചെടുത്തേക്കുന്നത്. പിന്നെ കറിവേപ്പില, പിന്നെ പച്ചമുളക്, അത് നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ കറിയിലേക്ക് നമുക്ക് വേണ്ട മസാലകൾ, ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അതും നമ്മുടെ കറിയുടെ എരിവിനനുസരിച്ച് നമുക്ക് ചേർക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല. പിന്നെ കറിയിലേക്ക് നമുക്ക് കസൂരി മേത്തി വേണം. ഈ കസൂരി മേത്തി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ചതാണ്. അത് ഈ കറിയിലേക്ക് നമുക്ക് 2 നുള്ളി ചേർക്കണം. നമുക്ക് നോക്കാം ഇതെങ്ങനെ കറിയാക്കാമെന്ന്. ഇനി നമുക്കിത് ചിക്കൻ കറി ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വലിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഈ കറിയിലേക്ക് നമ്മൾ തക്കാളി ഒന്നും ചേർക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കറിയിലേക്ക് നമ്മൾ ആ വൈൻ ചേർക്കുമ്പോൾ കറിക്ക് ചെറുതായിട്ട് പുളി ഉണ്ടാവും. ഈ പാനിലേക്ക് നമുക്ക് ഏറ്റവും തന്നെ നമുക്ക് സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം. നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ചേർക്കാം. ഈ സവോളയ്ക്ക് നന്നായിട്ട് മൊരിഞ്ഞിട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണം. സവോളയ്ക്കും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ട് സവോളയ്ക്ക് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. നമുക്ക് തീ ചെറുതായിട്ടൊന്ന് കുറച്ച് വെക്കാം. അപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചക്കുത്തൊക്കെ ഒന്ന് പോയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മല്ലിപ്പൊടി ചേർക്കാം. ഈ മസാലപ്പൊടികളൊക്കെ ചേർക്കുമ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഈ മസാലപ്പൊടികളൊക്കെ മുരിച്ചെടുക്കാൻ. മസാലപ്പൊടികളെങ്ങനെ നമ്മൾ തീ കൂട്ടിയിട്ടുണ്ടെങ്കിൽ മസാലപ്പൊടികൾ കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിക്ക് ഒരു കയ്പ്പ് രസം വരും. ഈ മല്ലിപ്പൊടിയും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഈ മസാലപ്പൊടികളെല്ലാവരും എണ്ണയിൽ കിടന്ന് നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചിക്കൻ ചേർക്കാം. ഉപ്പ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് ഗരം മസാല ചേർക്കാം. ഗരം മസാല മുഴുവൻ ഇപ്പോൾ ചേർക്കണ്ട, പകുതി നമുക്ക് ഇപ്പോൾ ചേർക്കാം. ബാക്കിയുള്ളത് നമുക്ക് കറിയുടെ ഏറ്റവും അവസാനം ചേർക്കാം. ചിക്കനിലേക്ക് മസാലകളൊക്കെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂടി വെച്ചിട്ട് ഏറ്റവും തന്നെ നമുക്ക് ചിക്കൻ നമുക്ക് പകുതി വേവിക്കണം. ചിക്കൻ പകുതി വെന്ത് കഴിഞ്ഞിട്ട് വേണം ഈ കറിയിലേക്ക് നമുക്ക് വൈൻ ചേർക്കാൻ വേണ്ടിയിട്ട്. ഈ കറിയിലേക്ക് ഞാൻ ചേർക്കണം വൈൻ മധുരമുള്ള വൈനല്ല ചേർക്കുന്നത്, നമ്മുടെ സാധാരണ വൈനാണ് ചേർക്കുന്നത്. പിന്നെ ഈ ചിക്കൻ നമുക്ക് വേവിക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമ്മൾ സെപ്പറേറ്റ് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഈ ചിക്കൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചിക്കൻ വേവാൻ ആവശ്യത്തിന് വെള്ളം വരും. ഇപ്പോൾ ചിക്കൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ചിക്കൻ്റെ ഉള്ളിൽ നിന്നൊക്കെ നന്നായിട്ട് വെള്ളം വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചിക്കൻ നമുക്കൊന്ന് പകുതി വേവിക്കാം. നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ പകുതി വേവായിട്ടുണ്ട്. ഈ കറിയിലേക്ക് നമുക്ക് വൈൻ ചേർക്കാം. തീ ചെറുതായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം.
ഈ കറിയിലേക്ക് നമുക്ക് 2 നുള്ള് കസൂരി മേത്തി ചേർക്കാം. കസൂരി മേത്തി ചേർക്കുമ്പോൾ കൂടുതൽ ചേർക്കരുത്, വളരെ കുറച്ച് ചേർത്താൽ മതി. കൂടുതൽ ചേർത്താണെങ്കിൽ നമ്മുടെ കറിക്ക് ചെറുതായിട്ട് കൈപ്രസം വരും. നമുക്ക് 2 നുള്ള് കസൂരി മേത്തി ചേർക്കാം. ഇനി നമ്മൾ എടുത്ത് വെച്ചേക്കണം ആ ബാക്കിയുള്ള ഗരം മസാലയും കൂടിയും ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മൂടി വെച്ചിട്ട് ഈ കറി നമുക്ക് വേവിക്കാം. ഈ കറി നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ ഇതിനകത്ത് നമ്മൾ ഒഴിച്ചേക്കണം വൈനൊക്കെ നന്നായിട്ടൊന്ന് ഡ്രൈ ആയിട്ട് വരും. നമുക്കിത് മൂടി വയ്ക്കാം. ഇപ്പോൾ ചിക്കൻ കറിയിലേക്ക് നമ്മൾ ചേർത്ത വൈനൊക്കെ ഈ ചിക്കനിൽ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി ചെറുതായിട്ടൊന്ന് തിക്കായി ഈ ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വൈൻ ഒഴിച്ച ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് ഉണ്ടാക്കിയെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇത് കഴിക്കാനും നല്ല ടേസ്റ്റുള്ള കറിയാണിത്.